നിങ്ങൾ നിബന്ധനയ്ക്ക് വിധേയരായി നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ ലംഘിക്കാൻ ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാണ് പ്രതിജ്ഞ ലംഘിക്കേണ്ടി വരേണ്ട സമയത്ത് ഞാൻ പറയുന്നതാണ്. രണ്ട്, പ്രതിജ്ഞ ലംഘിക്കുന്നത് അത് നിത്യമായ ഒരു തെറ്റാണ് എന്ന് കൃഷ്ണൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ ലംഘിക്കണ്ട, ഞാൻ പോയി യുദ്ധം ചെയ്ത് ഇവരെല്ലാവരെയും കൊല്ലും, അവരുടെ രക്തം ഞാൻ ഭൂമിയെ കൊണ്ട് കുടിപ്പിക്കും. അതാണ് വാക്ക് പ്രയോഗം. തെറ്റ് ചെയ്തവരുടെ രക്തം ഞാൻ ഭൂമിയെ കൊണ്ട് കുടിപ്പിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ രാജ്യം തരും. കൃഷ്ണൻ അതൊന്നും സ്വീകരിക്കില്ല. നിങ്ങൾക്ക് ഞാൻ രാജ്യം തരും. അതാണ് ചെയ്യേണ്ടത് ഇവിടെ. അല്ലാതെ അധർമ്മം ചെയ്ത ഒരാളെ മറ്റ് കാരണങ്ങൾ പറഞ്ഞ് അവരുടെ ജീവിതം നീട്ടിക്കൊടുക്കാൻ പാടില്ല. ഇന്ന് വന്ദനയുടെ പേര് പറയുമ്പോൾ അധർമ്മം ചെയ്തവൻ ജീവിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അധർമ്മം ചെയ്ത ഒരാളെ എന്തെങ്കിലും കാരണം ഉന്നയിച്ചിട്ട് അവരുടെ ജീവിതം നീട്ടിക്കൊടുക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോഴാണ് ഈ യശസ്സിൻ്റെ പ്രശ്നം എടുത്തിടുന്നത്. കാരണം അത് യശസ് നശിക്കുന്നത് മരണത്തേക്കാൾ ഭീകരമായ ഒരു അനുഭവമായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. ഇന്നിപ്പോൾ മനുഷ്യർ അങ്ങനെ കരുതാത്തതുകൊണ്ട് യശസ് പോയാലും വേണ്ടില്ല, കാര്യം നടന്നാലും മതി എന്ന ഒരു ജീവിത വീക്ഷണമാണ് ഇന്ന് മുഖ്യമായും മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നതൊരു പ്രശ്നമല്ല. പക്ഷേ ഇന്നതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അന്ന് അത് ഇത്ര വലിയ പ്രശ്നമായത് എങ്ങനെയാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. യശസ് നശിക്കുന്നത് മരണത്തിന് തുല്യമാണ്. യശസ്സിൻ്റെ യശോവിനാശത്തേക്കാൾ മെച്ചമാണ് മരണം എന്ന് കരുതിയിരുന്ന ഒരു കാലമായിരുന്നു അത്. പ്രത്യേകിച്ചും രാജാക്കന്മാർ, ഭരണാധിപന്മാർ. അതുകൊണ്ട് കൃഷ്ണനോട് കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അത് വീണ്ടും ധർമ്മപുത്രരോട് ഭീമൻ പറയും. എങ്കിലും ഈ കാട്ടിൽ വന്ന് ഇങ്ങനെ കാട്ടുകിഴങ്ങും പറിച്ചു നിന്ന് കാട്ടാറിലെ വെള്ളവും കുടിച്ച് കാട്ടുപഴങ്ങളൊക്കെ തിന്ന് ഇവിടെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. അതിനെ അനുകൂലിച്ചുകൊണ്ട് പാഞ്ചാലിയും സംസാരിക്കും. അപ്പോൾ ഈ യുദ്ധത്തിന് ഭീമൻ പറഞ്ഞതുപോലെയും പാഞ്ചാലി പ്രേരിപ്പിച്ചതുപോലെയും യുദ്ധം ചെയ്ത് രാജ്യം രണ്ടാമത് പിടിച്ചെടുക്കാഞ്ഞത് ഇതിന് കാരണം കൗരവന്മാരെ ജയിക്കാൻ സാധിക്കുമെന്ന് ധർമ്മപുത്രർക്ക് ഉത്തമ ബോധ്യമില്ലായിരുന്നു. ഉത്തമ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ധർമ്മപുത്രർ അത് ചെയ്യുമായിരുന്നു എന്നാണ് മാരാരുടെ ഈ സന്ദർഭത്തിൽ നിന്നുള്ള നിഗമനം. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാർക്കണ്ഡേയ മഹർഷി ചിരിക്കുന്നത്? ഒരാൾ ഒരു സത്പ്രവൃത്തി ചെയ്താൽ അതിൽ ചിരിക്കാൻ എന്താണുള്ളത് എന്നാണ് മാരാരുടെ ചോദ്യം. അതിൽ ചിരിക്കാൻ എന്താണ് ഉള്ളത്? അനിയന് വേണ്ടി രാജ്യം ത്യജിച്ചു, അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ രാജ്യം ത്യജിച്ചു. അത്തരം ഒരു രാജ്യത്യാഗത്തെ ആസ്പദമാക്കി എന്തിനു ചിരിക്കണം? അതിനോട് ഇപ്പോഴത്തെ ധർമ്മപുത്രരുടെ രാജ്യത്യാഗത്തെ എങ്ങനെ ഉപമിക്കാം? അപ്പോൾ ഈ രണ്ടിലും അപഹസിക്കത്തക്കതായി എന്തോ ഉണ്ടായിരുന്നു എന്നാണ് നാം അനുമാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിലെ അപഹാസ്യ വിഷയമെന്ത്, പരിഹാസ്യ വിഷയമെന്ത്? രാമൻ രാജ്യം ഉപേക്ഷിച്ചതും രാമന് രാജ്യം ഉപേക്ഷിക്കാൻ മനസ്സുണ്ടായിട്ടല്ല, അതൊരു വ്യാജോപേക്ഷയായിരുന്നു എന്നാണ് മാരാരുടെ വാദം. എന്താണ് വ്യാജോപേക്ഷ? രാമന് ദശരഥൻ തന്നെ ഉപദേശിച്ചു കൊടുത്തതുപോലെ ദശരഥനെ കാരാഗൃഹത്തിൽ വച്ചിട്ട് രാജ്യം ഭരിക്കാനുള്ള സൈനികമായ ശക്തി ഉണ്ടായിരുന്നില്ല. ആ സൈനികമായ ശക്തി, ആയോധന ശേഷി, യുദ്ധ സാമർഥ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? രാജ്യം സ്വീകരിച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് പ്രജാപരിപാലനം നടത്തുമായിരുന്നു. പ്രജാപരിപാലനം നടത്താതെ രാജ്യം ത്യജിക്കുകയാണ് എന്ന വ്യാജേന അദ്ദേഹം കാനനവാസത്തിന് പോരുകയാണ് ഉണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ ഭീരുത്വം കൊണ്ടായിരുന്നു. ഇതാ, ആ ഭീരുത്വത്തെ ഓർത്തിട്ടാണ് ആര് ചിരിച്ചത്? മാർക്കണ്ഡേയൻ ചിരിച്ചത്. ഈ ഭീരുത്വം ഓർത്തിട്ടാണ്. അന്ന് ത്രേതായുഗത്തിൽ ഒരു ഭീരു ചെയ്തതുപോലെ ഇന്നിതാ ദ്വാപരയുഗത്തിൽ മറ്റൊരു ഭീരു ചെയ്തിരിക്കുന്നു. കൗരവന്മാരെ പേടിച്ചിട്ട് അവർ അധാർമികമായി കള്ളച്ചൂത് കളിച്ച് നേടിയെടുത്ത രാജ്യം തിരിച്ചു പിടിക്കാൻ
കേവലമായ ഭീരുത്വം കൊണ്ട് സാധിക്കാതെ താൻ വലിയ ത്യാഗിയാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് നടിച്ചുകൊണ്ട് ഒരാളിതാ കാട്ടിൽ വന്ന് കുത്തിയിരിക്കുന്നു. അവർ ചെയ്യരുതാത്ത, അവർക്ക് ചേരാത്ത ക്ഷത്രധർമ്മത്തിന് എന്നും കളങ്കമുണ്ടാക്കുന്ന മുനിവൃത്തിയും അനുശീലിച്ചുകൊണ്ട് ഒരാളിതാ എൻ്റെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ അവർ യഥാർത്ഥമായ ത്യാഗമല്ല ചെയ്തത്. യഥാർത്ഥമായി അവർക്ക് ധർമ്മപുത്രർക്ക് നിബന്ധന പാലിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, മറിച്ച് കൗരവന്മാരെ നേടാൻ സാധ്യമല്ല, കൗരവന്മാരെ ജയിക്കാൻ സാധ്യമല്ല, അവരെ തോൽപ്പിച്ച് രാജ്യം നേടാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് പ്രതിജ്ഞ പരിപാലിക്കുകയാണ് എന്ന വ്യാജേന അദ്ദേഹം വന്ന് മുനിവൃത്തി അവലംബിച്ച് കാട്ടിലിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എല്ലാം അറിയാവുന്ന മുനി ചിരിച്ചുപോയി. പരേങ്കിത ജ്ഞാനമുള്ള മുനി അത് കണ്ട് ചിരിച്ചുപോയി. ഇതാണ് മാരാരുടെ വാദം. പിന്നീടാണ് രാമൻ ശക്തനായി തീർന്നത് എന്നാണ്. ഇതൊന്നും അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന വാദങ്ങളല്ല. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇതുണ്ടെന്നാണ്. ആരുടെ? മാർക്കണ്ഡേയൻ്റെ. സചാപി ശക്രസ്യ സമപ്രഭാവോ. മാരാരുടെ വാദത്തിനെതിരായിട്ടാണേ ശ്ലോകം നിൽക്കുന്നത്. സചാപി ശക്രസ്യ സമപ്രഭാവോ. ശക്രപ്രഭാവനായ രാമൻ ഇന്ദ്രനോട് ഉപമിച്ചപ്പോൾ തീർന്നു. രാമൻ ശക്തനാണെന്ന് വന്നു. മഹാനുഭാവോ സമരേഷ്വജേയ. യുദ്ധങ്ങളിൽ തോൽക്കുകയില്ലാത്ത രാമൻ, മഹാനുഭാവനും യുദ്ധങ്ങളിൽ തോൽക്കുകയില്ലാത്തവനുമായ നിത്യജേതാവായ രാമൻ എന്നാണ് അർത്ഥം. വിഹായ ഭോഗാൻ, രാജ്യഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് വന്നു. നിശേബലസ്യേതി ചരേതധർമ്മ. ബലത്തിന് ഈശ്വരാണെന്ന് വെച്ച്, ഞാൻ ബലവാനാണെന്ന് വെച്ച് ആരും അധർമ്മം ചെയ്യരുതല്ലോ എന്നാണ് അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം. നേരെ തിരിച്ചെടുത്തു. അന്വയം മാറ്റിയിട്ട് അത് അദ്ദേഹം തിരിച്ചെടുത്തു. എന്താണ് ഈ ആപത്തിനെല്ലാം, ഈ ആർത്ഥികമായ സാരപരമായ ആശയപരമായ വിപത്തിനെല്ലാം എന്താണ് കാരണം? ഈ ചിരിക്ക് സാങ്കത്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ചിരിയെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ വിഷമിച്ച് രാജ്യവും പോയി, സർവസ്വവും നഷ്ടപ്പെട്ടു, കൊട്ടാരവും പോയി, കാട്ടിൽ വന്നിരുന്ന് ദുഃഖിക്കുമ്പോൾ, കരയുമ്പോൾ അത് കാണുന്ന ആൾ ചിരിക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഈ ചിരിക്ക് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി ആ സന്ദർഭത്തിൻ്റെ അർത്ഥത്തെയും വ്യാസൻ്റെ മഹാഭാരതത്തിൻ്റെ രചനയുടെ ലക്ഷ്യത്തെയും തിരസ്കരിക്കുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണാത്മകമായ പരിപാടിക്കാണ് മാരാർ അവിടെ തുടക്കം കുറിച്ചത്.